എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MI ഡ്യുവൽ ഡ്രൈവർ ഇൻ ഇയർ ഇയർഫോൺസ് 2 വർഷങ്ങൾക്ക് മുന്നേ ലോഞ്ചായ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോഴും നമ്മൾ 1000 രൂപയ്ക്കുള്ളിൽ നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അതിനൊറ്റ റീസൺ തന്നെ ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റിയും അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് ക്വാളിറ്റിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് MI ഡ്യുവൽ ഡ്രൈവർ നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകളെന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് MI ഡ്യുവൽ ഡ്രൈവർ ഇൻ ഇയർ ഇയർഫോൺസ് എന്നും ഷവോമി MIയുടെ ലോഗോ ഒക്കെ ഉണ്ട്. ഇന്നോവേഷൻ ഫോർ എവ്രി വൺ, ഹൈ ഡെഫിനിഷൻ ഡൈനാമിക് ബേസ്, പിന്നെ ടാങ്കിൾ ഫ്രീ ബ്രൈഡഡ് കേബിള്, മാഗ്നറ്റിക് ഇയർബഡ്സ്, മ്യൂസിക് കൺട്രോൾസ് ആൻഡ് മൈക്ക്. ഇത് മൂന്നും തന്നെയാണ് നമുക്ക് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇയർഫോണിന്റെ ഫോട്ടോ കാണാൻ സാധിക്കും. രണ്ട് സൈഡിലും നമ്മുടെ MI ഡ്യുവൽ ഡ്രൈവർ ഇൻ ഇയർ ഇയർഫോൺസ് എന്നും പുറകിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ 4/2021, അതായത് ഏപ്രിൽ മാസമാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് 5/2021, കൺട്രി ഓഫ് ഒറിജിൻ വിയറ്റ്നാം ആണ്. മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 999 രൂപയാണ്. എന്നാൽ നമുക്കിത് 799 രൂപയ്ക്ക് നോർമൽ റേറ്റിൽ, അത് ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണെങ്കിലും ലഭ്യമാകും. ഓഫർ സമയങ്ങളിൽ 599 രൂപയാണ്. ബ്ലാക്ക്, ബ്ലൂ എന്നിങ്ങനെ 2 കളേഴ്സിലാണ് ലഭ്യമാകുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ബ്ലൂ കളറാണ്. ഇനി ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുവാണെങ്കിൽ പൊതുവേ ഇവരുടെ എല്ലാ പവർ ബാങ്ക് ആയാലും എന്താ പറയുക, അതിൻ്റെയൊക്കെ ബോക്സ് സെയിം ഈ ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതേ പൊട്ടിക്കുമ്പോഴത്തേക്കൊരു ലെയർ ഉണ്ട്. നമ്മുടെ ഇയർബഡ് ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലാണ്ടുള്ളത് നോക്കുവാണെങ്കിൽ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും കൂടാതെ ഒരു യൂസർ മാനുവലുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ MI ഡ്യുവൽ ഡ്രൈവർ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. ഓവറോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്, ഒരു പ്രീമിയം ടച്ച് ഉള്ളൊരു ക്വാളിറ്റി ആണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഫിസിക്കലി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഒരു ഡ്യുവൽ കളർ കോമ്പിനേഷനിലാണ് നമുക്ക് ഈ ഇയർബഡുകൾ കാണാൻ സാധിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ. നമ്മൾ ബ്ലാക്ക് ആണ് ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഇത് ഫുൾ ഒരു ബ്ലാക്ക് ആയതിനെ. എന്നാൽ ഇവിടെ ഞാൻ ഈ ഒരു ബ്ലൂ ചൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ ലഭ്യമാകുന്നത്. ഇത് ബ്ലൂ ആണെന്ന് അല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആകെ ഉണ്ടാവുന്നത് നമ്മുടെ ഈ ഇയർ ബഡുകളുടെ ഒരു ഭാഗത്ത് മാത്രമാണ് ആ കളർ. ബാക്കി എല്ലാം തന്നെ ബ്ലാക്ക് ആണ്. ഒരു ടോട്ടൽ ബ്ലാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളറിലേക്ക് പോകാം. അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഇയർ ബഡിൽ മാത്രം ഒരു ബ്ലൂ ഒക്കെ വേണമെങ്കിൽ ബ്ലൂയിലേക്കും പോകാം എന്നുള്ളതാണ്. ഒരു മാറ്റ് ഫിനിഷ്ഡ് കളറോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ബ്ലൂ വരുന്ന ഭാഗം കാണുന്നത്. ബാക്കിയുള്ളതൊക്കെ തന്നെ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ആണ്. പിറകിൽ ഇവിടെ മാഗ്നറ്റിക് ആണ്. എന്തായാലും അവിടെയും നല്ലൊരു ഡിസൈൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരിടം ഒന്ന് ബൾജായിട്ട് ഒരെണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് താന്നിട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റും ഈ ഒരു ഇയർബഡുകൾ. ഇനി താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒയേഴ്സ് നോക്കുവാണെങ്കിൽ ഇവിടെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഒയേഴ്സ് ആണ്. വലതു ഭാഗത്തെ ഒയറിൽ നമുക്കൊരു കൺട്രോൾ പാനൽ, ഇൻലൈൻ കൺട്രോൾ പാനൽസ് ഉണ്ട്. ഇതിനകത്ത് വോളിയം അപ്പ് ബട്ടൺ ഉണ്ട്, MFB ഉണ്ട്, കൂടാതെ വോളിയം ഡൗൺ ബട്ടൺ ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പറയലായിട്ടൊരു മൈക്കും ഉണ്ട്. MFBയിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യണമെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മ്യൂസിക് നെക്സ്റ്റ് ട്രാക്കിലേക്കും, ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. അതേപോലെ തന്നെ നമ്മുടെ വോളിയം അപ്പിലും ഡൗണിലും സൗണ്ട് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെയാണ്. ഇനി താഴേക്ക് വരുമ്പോഴത്തേക്കുള്ള വോയേഴ്സ് ആണെങ്കിൽ ഇവിടെയും നമുക്ക് ആ ഒരു ടാങ്കിൾ ഫ്രീ ബ്രൈഡഡ് കേബിൾ ആണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കംപ്ലൈൻറ്റ് ആകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. കൂടാതെ ഒരു ഗോൾഡ് പ്ലേറ്റഡ് 3.5 mm 90 ഡിഗ്രി ക്ലോസ് ഫിറ്റിംഗ് ഡിസൈനിലുള്ളൊരു ജാക്കും ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓവറോൾ ഫിസിക്കലി നോക്കുവാണെങ്കിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി കംഫർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ വേറെ അവിടെയും അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല. സെയിം നമ്മുടെ റെഡ്മിയുടെ ഇയർബഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ പോലത്തെ ഒരു ഡിസൈൻ ആണെങ്കിലും അതിൽ ഇത്രയും ഒരു കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇവിടെ ഈ ഒരു ഡ്യുവൽ ഡ്രൈവിലേക്ക് വരുമ്പോഴത്തേക്ക് പെർഫെക്റ്റ്, നമുക്ക് വേറെ ഒരു കുഴപ്പമില്ല. നല്ല പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, പെർഫെക്റ്റ് ആയിട്ട് ചെവിയിൽ ഇരിപ്പുണ്ട്. ഇനി മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ആദ്യം നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ആ ഒരു മൈക്ക് ക്വാളിറ്റി കാണിച്ചു തരാം, അതിനുശേഷം മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് MI ഡ്യുവൽ ഡ്രൈവറിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലി സംസാരിക്കുകയാണ്, ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു പെർഫെക്റ്റ് ഒരു മൈക്ക് ഔട്ട്പുട്ട് തന്നെയായിരിക്കും ഇതിൽ ലഭ്യമാകുന്നത്. പ്രത്യേകിച്ച് വയേർഡ് ഇയർഫോണും കൂടെയാണ്. അതുകൊണ്ട് തന്നെ പൊതുവേ എല്ലാം ഈ ഒരു റെഡ്മിയുടെ ആണെങ്കിലും റിയൽമിയുടെ ആണെങ്കിലും തന്നെ ഇതുപോലെ വയേർഡ് ഇയർഫോണിലുള്ള മൈക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. എന്തായാലും നോയ്സ് ക്യാൻസലേഷനിൽ മാത്രമാണ് ചെറിയൊരു സംശയം. അത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് എന്താ പറയുക, നന്നായിട്ട് സംസാരിച്ചാൽ മാത്രമേ ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം നല്ല
ഒരു രീതിക്ക് വർക്കൗട്ട് ആകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു MI ഡ്യുവൽ ഡ്രൈവറിലേക്ക് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബേസ് തന്നെയാണ് നമുക്കതിൽ ലഭ്യമാകുന്നത്. നല്ല ഇടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആകത്തില്ല ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ബേസ് ഇല്ല എന്നുള്ള രീതിക്ക്. റിയൽമി ബഡ്സ് 2ഉം അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റും കൂടി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് തോന്നിയത് ഈ ഒരു MI ഡ്യുവൽ ഡ്രൈവറിൽ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ആ ഒരു ഡ്യുവൽ ഡ്രൈവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ഒരു മ്യൂസിക് ക്വാളിറ്റിയും ബേസും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവാതിരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. 6 months മാത്രമാണ് നമുക്ക് ഇതിലുള്ള ഒരു വാറന്റി എന്ന് പറയുന്നത്. അത് മാത്രമാണ് ചെറുതായിട്ട് ഈ ഒരു വയേർഡ് ഇയർഫോണിൽ. ഇപ്പോൾ റിയൽമി ബഡ്സ് 2ലാണെങ്കിലും 6 months മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 6 മാസത്തിന് ഇടയ്ക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാനേ ഉള്ളൂ. അതർവൈസ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ പ്രോഡക്റ്റ് പോയി എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു MI ഡ്യുവൽ ഡ്രൈവറിൽ ഇതുവരെ അങ്ങനെ എന്താ പറയുക 6 മാസത്തിനകത്ത് കംപ്ലൈന്റ് ആകുന്നത് ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ 2 ഫ്രണ്ട്സ് ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തന്നെ വീണ്ടും വാങ്ങിച്ചു എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു റീസൺ തന്നെ എന്താ പറയുക ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കിലായാലും ബിൽഡ് ക്വാളിറ്റിയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 799 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചാലും വേറെ നഷ്ടമൊന്നും ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. ഇനി അതല്ല ഓഫർ സമയത്ത് നമുക്ക് 599 കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണടച്ച് ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. എന്നാലും ഈ ഒരു വീഡിയോയിലൂടെ MI ഡ്യുവൽ ഡ്രൈവേഴ്സിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.